പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. 2024 തീം എന്തായിരുന്നു? അവർ റൈറ്റ്സ്, അവർ ഫ്യൂച്ചർ, റൈറ്റ് നൗ. ഇതാണ് ലോക മനുഷ്യാവകാശ ദിനത്തിൻ്റെ തീം. 2024 തീം അവർ റൈറ്റ്സ്, അവർ ഫ്യൂച്ചർ, റൈറ്റ് നൗ. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചത്. ഈ ദിനം ലോകം മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭ സാർവദേശീയമായിട്ട് മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചത്. ഈ ദിനം ആണ് മനുഷ്യാവകാശ ദിനം, അതായത് ഡിസംബർ 10 ആണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്തത്, റിസർവ് ബാങ്കിന്റെ RBIയുടെ പുതിയ ഗവർണറായി 2024 ഡിസംബറിൽ നിയമിതനായത് സഞ്ജയ് മൽഹോത്രയാണ്. റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണറായിട്ട് 2024 ഡിസംബറിൽ നിയമിതനായത് സഞ്ജയ് മൽഹോത്ര. RBIയുടെ 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. RBIയുടെ 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. RBIയുടെ 25ാമത്തെ ഗവർണറായിരുന്ന ശക്തികാന്ത ദാസിന്റെ പിൻഗാമിയായാണ് സഞ്ജയ് മൽഹോത്ര നിയമിതനായത്. അപ്പോൾ റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണർ 2024 ഡിസംബറിൽ നിയമിതനായത് സഞ്ജയ് മൽഹോത്രയാണ്. അത് 26ാമത്തെ ഗവർണറാണ്. 25ാമത്തെ ഗവർണറായിരുന്ന ശക്തികാന്ത ദാസിന്റെ പിൻഗാമിയായിട്ടാണ് സഞ്ജയ് മൽഹോത്ര നിയമിതനായത്. അടുത്തത്, 2024 അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കള് ബംഗ്ലാദേശാണ്. 2024 അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കള് ബംഗ്ലാദേശാണ്. ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ബംഗ്ലാദേശ് കിരീടം സ്വന്തമാക്കിയത്. അപ്പോൾ ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിലാണ് ഇത് നടന്നത്. ഇന്ത്യയെയാണ് പരാജയപ്പെടുത്തിയത്. ബംഗ്ലാദേശ് തുടർച്ചയായ 2ാം തവണയാണ് ഏഷ്യ കപ്പ് കിരീടം സ്വന്തമാക്കുന്നത്. 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ മലയാള ചലച്ചിത്ര സംവിധായകൻ ഷാജി N കരുൺ. 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ മലയാള ചലച്ചിത്ര സംവിധായകൻ ആരാണ്? ഷാജി N കരുൺ. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ അവാർഡ് നൽകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. 2022 JC ഡാനിയൽ പുരസ്കാര ജേതാവ് TV ചന്ദ്രനാണ്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കിയത്? 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ മലയാള ചലച്ചിത്ര സംവിധായകൻ ഷാജി N കരുണാണ്. 2022 JC ഡാനിയൽ പുരസ്കാര ജേതാവ് TV ചന്ദ്രനാണ്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അന്താരാഷ്ട്ര ജെൻ AI കോൺക്ലേവിന്റെ 2ാം പതിപ്പിന് വേദിയായത് തിരുവനന്തപുരമാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ IHRD ആണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര പർവ്വത ദിനം ഡിസംബർ 11. 2024 തീം എന്താണ്? മൗണ്ടൻ സൊല്യൂഷൻസ് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, ഇന്നോവേഷൻ, അഡാപ്റ്റേഷൻ ആൻഡ് യൂത്ത്. ഇതായിരുന്നു 2024 തീം. പർവ്വതങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും അവയുടെ സംരക്ഷണത്തിനും വേണ്ടി എല്ലാ വർഷവും ഡിസംബർ 11 അന്താരാഷ്ട്ര പർവ്വത ദിനമായി ആചരിക്കുന്നു. അന്താരാഷ്ട്ര പർവ്വത ദിനം ഡിസംബർ 11. അടുത്തത്, 2024 ഡിസംബറിൽ 60ാം സ്ഥാപക ദിനം ആഘോഷിച്ച ഇന്ത്യയുടെ സേനാ വിഭാഗമാണ് അതിർത്തി രക്ഷാസേന അല്ലെങ്കിൽ BSF.
1965 ഡിസംബർ 1-നാണ് അതിർത്തി രക്ഷാസേന സ്ഥാപിതമായത്. ഇനി 2024 ഡിസംബറിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ആക്ടിംഗ് സെക്രട്ടറിയായി നിയമിതനായത് ദേവജിത്ത് സൈക്കിയ. മുൻ സെക്രട്ടറി ജയ്ഷ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷനായതോടെയാണ് ദേവജിത്ത് സൈക്കിയയെ ആക്ടിംഗ് സെക്രട്ടറിയായി നിയമിച്ചത്. BCCI പ്രസിഡന്റ് റോജൻ ബിന്നിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യോമത്താവളം എന്ന നേട്ടം സ്വന്തമാക്കിയത് ന്യോമ എയർബേസ് ലഡാക്കിലാണ്. ലഡാക്കിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം 13,000 അടി ഉയരത്തിലാണ് ന്യോമ എയർബേസ് സ്ഥിതി ചെയ്യുന്നത്. ലഡാക്കിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം 13,000 അടി ഉയരത്തിലാണ് ന്യോമ എയർബേസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യോമത്താവളം ഏതാണ്? ന്യോമ എയർബേസ് ലഡാക്കിലെ. രാജ്യത്തെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2024 തിരഞ്ഞെടുത്ത കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ആലത്തൂർ പോലീസ് സ്റ്റേഷൻ. പാലക്കാട് മികവിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തിയ 76 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നാണ് ആലത്തൂർ 5ാമത് എത്തിയത്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2024 തിരഞ്ഞെടുത്തത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ. ഇതോടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് തീർന്നു. പുതിയൊരു കറണ്ട് അഫയേഴ്സുമായി വേഗം വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.